ഒരിക്കൽ ഒരു സുഹൃത്ത് വന്നിട്ട് സോക്രട്ടീസിനോട് ഞാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ സോക്രട്ടീസ് നീ പറയണ കാര്യം നിനക്ക് നേരാണ്, നല്ലതാണെന്ന് നിനക്ക് തോന്നണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും അതില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നിനക്കോ എനിക്കോ ഏതെങ്കിലും രീതിയിൽ ഗുണകരമാണെന്നാണ് ചോദിക്കണത്. അപ്പം അതുമില്ല. അപ്പോൾ പിന്നെ പുള്ളി പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പറയാണ്ടിരിക്കണമല്ലേ കുറച്ച് ബെറ്റർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് പറയണത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്ന് പറയും. നമ്മൾ എല്ലാവരും തന്നെ ചെയ്യണതാണിത്. കോമൺ ആയിട്ടൊരു ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്കെപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളും കുറച്ച് ലൂസ് ടോക്കൊക്കെ പറയും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ ഈ ലൂസ് ടോക്ക് നല്ലതാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൂസ് ടോക്ക് ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് ഏതെങ്കിലും രീതിയിൽ മാനഹാനി ദുരിതങ്ങളോ ഒന്നും വരാണ്ട് മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത് വളരെ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് എനിക്കും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും അടിക്കടി ചുമ, ജലദോഷം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് രണ്ട് ഒരു ഫാമിലി ഡോക്ടറുണ്ട്, ഡോക്ടർ സുധീർ നാഥ് പറഞ്ഞത്, അങ്ങേരെ പോയി കണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡോക്ടറെ പോയി കണ്ട്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ മാറും എന്നല്ലാണ്ട് ഇത് പൂർണ്ണമായിട്ടും മാറില്ല. അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കോവിഡ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പല ഹോസ്പിറ്റലിലും കോവിഡ് വാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരെയും നമുക്ക് കാണാൻ പറ്റും മാസ്കൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പഴയ രീതിയിലുള്ള ഭയമൊന്നും ആൾക്കാർക്കില്ല. ഇംഗ്ലണ്ടിലൊക്കെ കോവിഡ് പലയിടത്തും ലോക്ക്ഡൗൺ ആണെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡിലുള്ള കൊണ്ടിട്ട് ചിലപ്പോൾ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ കയറാൻ സാധ്യതയുണ്ട്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കാരണം വീട്ടിൽ ഗാർഡനൊക്കെ നോക്കാൻ എന്നൊരു പയ്യനുണ്ട്. അപ്പോൾ അവനെ കൊണ്ടൊരു 3 മാസമാകുമ്പോൾ കംപ്ലീറ്റ് ജനല, വാതിൽ, ഫാനൊക്കെ തുടച്ച് മാറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോൾ കുറച്ച് കുറയണമുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഇത് ഡസ്റ്റ് അലർജി ആയിരിക്കാൻ സാധ്യതയെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തുമ്മലും ചുമയൊക്കെ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അലർജിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പല ബുക്സും വീഡിയോസൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ വീട്ടിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടെ ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് ഇങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ബെഡ്ഷീറ്റൊന്നും വലുതായിട്ട് അഴുക്കാവില്ല. അപ്പോൾ ഈ ബെഡ്ഷീറ്റാണെന്നുണ്ടെങ്കിൽ ഞാനാണത് എല്ലാ ദിവസവും തന്നെ മടക്കി നീറ്റായിട്ടൊക്കെ വെക്കണത്. അതെൻ്റെ ഒരു ജോലിയായിട്ട് എടുത്തേക്കണേണ്. അതിൻ്റെ ഒരു ചെറിയൊരു പുറകിൽ ബെഡ്ഷീറ്റ് ആണുങ്ങൾ മടക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മി കൂടെ വരുമെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായിരിക്കും അതിൻ്റെ തന്ത്രം. മഹാലക്ഷ്മി വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ അതുകൂടാതെ ഞാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സന്തോഷമായിരിക്കുമല്ല, ഭാര്യയുടെ സൂചിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ പുറകിലുള്ള കാര്യം. അപ്പോൾ ഞാനാണ് എന്തായാലും ചെയ്യണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊടിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറയും നമുക്ക് കുറച്ചും കൂടി ഒന്ന് അടുപ്പിച്ച് ബെഡ്ഷീറ്റൊന്ന് മാറ്റി വെക്കാമെന്ന് പറയും. അപ്പോൾ ഇതിൽ ഞങ്ങൾ 1 വീക്ക് എന്നൊക്കെ ഉള്ളത് 5 ദിവസം 4 ദിവസമൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി എനിക്കിത് കുറവ് വന്നായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ പില്ലോയിൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ വായിൽ നിന്നുള്ള സലൈവ, പിന്നെ താരൻ, വയർപ്പ്, അങ്ങനെ ഒത്തിരി മാലിന്യങ്ങൾ ഈ പില്ലോയിൽ വന്ന് അടിയുണ്ട്. അതിൽ അടിഞ്ഞ് കിടക്കണേ. അപ്പോൾ അതുകൂടാതെ നമ്മുടെ റോഡ് സൈഡിലാണെന്നുണ്ടെങ്കിൽ വണ്ടി പോകുമ്പോഴുള്ള പൊടികൾ, പിന്നെ ഈ കിളികളുടെ മറ്റേ തൂവൽ, അതിൻ്റെ ഇതൊക്കെ നമ്മളറിയില്ല. ഈ സാധനങ്ങളൊക്കെ ഈ ബെഡ്റൂമിലാണ് വന്ന് അടിയണത്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ ശ്വസിക്കുമ്പോൾ അലർജി ഉള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് അലർജിയുടെ ഒരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ അസുഖം വന്നത്. എൻ്റെ വൈഫിന് അത്രയില്ല. അപ്പം ഞാൻ എന്നിട്ട് ഇതൊരു ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങേരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞത് നല്ലൊരു വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു വീഡിയോ ഇട്ട് കാണിക്കട്ടെ ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ താനീ ചെയ്യണം നല്ലൊരു ആശയമാണ്. അത് മറ്റുള്ളവർക്കും കൂടി കുറച്ച് ഹെൽപ്പായിട്ട് തീരുമല്ല.
അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് ഈ അലർജിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ ഞാൻ കിടക്കി പോകും, നമ്മൾ പേടിച്ചു പോകും പല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് പബ്ലിക്കായിട്ടത് ഫേസ് കാണിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഡോക്ടറോട് ഞാനൊരു പണിയാണോ, ഞാനിത് ഒന്നും കൂടി സ്റ്റഡി ചെയ്തിട്ട് ഞാനിത് ഒരു വോയിസ് എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് തനിക്ക് അയച്ചു തരാം. അപ്പോൾ അത് താൻ അപ്പം ചെയ്തോ, യൂട്യൂബിൽ ചെയ്തോ. ഒരു അലർജിയുമായി ബന്ധപ്പെട്ട ഒരു രോഗി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് അവൻ്റെ കണ്ണു ചൊറിച്ചിൽ, ജലദോഷം, തുമ്മൽ, ശാരീരിക അസ്വസ്ഥങ്ങൾ, മൊത്തമൊരു ഇറിറ്റേഷൻ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അത് എത്രത്തോളം സഹായകമാകുമെന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം. എൻ്റെ പേര് ഡോക്ടർ കൗമ കുര്യൻ. ഞാനൊരു 10 വർഷത്തോളമായി അലർജിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. എൻ്റെ ക്ലിനിക്ക് വന്നിട്ട് എറണാകുളം പട്ടണത്തിലെ വടുതലയിലാണ്, സ്വസ്തി റാഫ ഹോമിയോ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂം മാനേജ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നത് ഈ അലർജി മുഖാന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 4ൽ ഒരാൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ അലർജി. അപ്പോൾ നമ്മൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന വഴി ഏകദേശം 80% ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാം ഈ അലർജി ഉള്ളവർക്ക്. അതിൽ പ്രധാനമായ ഒന്നാണ് ഈ ഡസ്റ്റ് കൺട്രോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പുറത്തുനിന്ന് വരുന്ന ബുദ്ധിമുട്ട്. ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ പൊതുവെ അലർജൻസ് എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ പൂപ്പലുണ്ടാവാം, പൊടി ഉണ്ടാകാം, പിന്നെ മൈറ്റ്, അവരുടെ പാർട്ടിക്കിൾസ്, പിന്നെ ഉള്ള മെയിൻ ഒരു സംഭവമാണ് മറ്റേ അനിമൽ ഫർ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അനിമൽസിന്റെ, പെറ്റ്സിന്റെ പൊടി. അപ്പോൾ ഈ പറയുന്ന സാധനം, ഈ പറയുന്ന പൊടികളെ നമുക്ക് അല്ലെങ്കിൽ അലർജൻസ് എത്രത്തോളം മാറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അലർജിയുമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബെഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു മാട്രസ് നമ്മൾ വാങ്ങണം. അതോടൊപ്പം തന്നെ ഡസ്റ്റ് ഒന്നും വന്നിരിക്കാത്ത നല്ല ക്വാളിറ്റിയുള്ള ഒരു മാട്രസ് കവർ, ഒരു ബെഡ്ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. പൊതുവിൽ പറഞ്ഞു വരുന്നത് ബെഡ്ഷീറ്റ് ഒരു 10 ദിവസത്തിലൊരിക്കലൊക്കെ മാറണമെന്നാണ്. പക്ഷെ അലർജി ഉള്ളവരിൽ അത് സജസ്റ്റ് ചെയ്യുക ഒരു 3 മുതൽ 7 വരെയുള്ള 7 ദിവസം വരെ നമുക്കത് ഉപയോഗിക്കാം മാക്സിമം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എങ്കിൽ. പിന്നെ നമുക്ക് അലർജിയുമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 3 ദിവസത്തിലൊരിക്കൽ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ പില്ലോ കവറോ മാറാവുന്നതാണ്. അത് പില്ലോ കവർ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള. കാരണം ചില കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൽ ഡസ്റ്റ് വന്ന് ഇരിക്കാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റുക, ഒരു 3 ദിവസത്തിലൊരിക്കൽ നമ്മൾ ഉപയോഗിക്കുക, മാറ്റുക. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറേ പേരുടെ ഒരു ടെസ്റ്റിമോണിയൽ ആഡ് പോലെ ഒരു അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ പലരുടെയും വീഡിയോ എടുത്ത്, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. പേരെന്ന് പറയാമോ? എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ ബെഡ്ഷീറ്റ് മാറ്റണം എന്ന് പറയാമോ? ബെഡ്ഷീറ്റ് മാറ്റണം എത്ര ദിവസം പറയാൻ പറ്റില്ല. കാരണം അത് പെട്ടെന്ന് ചിലപ്പോൾ പിറ്റേ ദിവസം മാറ്റി, ഒരു മാക്സിമം 5-6 ദിവസം, 5 അല്ലെങ്കിൽ 6 ദിവസത്തിനകം, 1 വീക്കിന്. വീക്കിലി മാറ്റാറുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും മാറ്റും. പില്ലോ കവേഴ്സും ആഴ്ചയിലൊരിക്കൽ അങ്ങനെ തന്നെ. ഞങ്ങളുടെ ബെഡ്ഷീറ്റ് മാറ്റണത് ഒരു 5 ദിവസം. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ മാത്രമേ രാത്രി ചെല്ലുമ്പോഴുള്ള ഇതേ ഉള്ളൂ. പിന്നെ മക്കളുടെ ഉണ്ട്, അവരുടെ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റും. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ബെഡ്ഷീറ്റും തലണക്കാറൊക്കെ മാറ്റുന്നത്. സുമാർ 5 ദിവസം, 5 days ആണ് മാറ്റുന്നത് അല്ലേ? 3 ദിവസം കൂടുമ്പോൾ എന്തായാലും ആഴ്ച 2 ദിവസം തന്നെ. ഈ ബെഡ്ഷീറ്റ് എത്ര ദിവസം കൊണ്ട് മാറ്റണം എന്നുള്ള എന്തെങ്കിലും അറിവുണ്ട, അല്ലെങ്കിൽ കാരണന്മാരായിട്ട് ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പോലെ മാറ്റിക്കൊണ്ടിരിക്കണേണ്, അങ്ങനെ എന്തെങ്കിലും? ബെഡ്ഷീറ്റ് മനസ്സിലാവുമല്ലോ, കാരണം അവർക്ക് കുറച്ച് പൊടി ഉണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അഴുക്ക് വീഴും. ഓക്കെ, വല്ലാണ്ട് അഴുക്കായാൽ അത് മാറ്റിയായിരിക്കും അല്ലേ? ഒരാഴ്ചയാകുമ്പോഴേക്കും എന്തായാലും നമ്മുടെ വേർപ്പും പൊടിയൊക്കെ ആയിട്ട് ഒരു വൃത്തികേടാവുമല്ലോ. അങ്ങനെ ചേഞ്ച് ചെയ്യും. മക്കളുടെയൊക്കെ അങ്ങനെ
കാരണം അവർ ഏത് നേരവും ഇങ്ങനെ കയറി കളിക്കുകയും പിടിക്കാൻ കളിച്ച കാലുകൂടെയൊക്കെ വന്ന് കയറും. അങ്ങനെ അറിവുകളൊന്നുമില്ല. കാരണം ഒരാഴ്ച കൂടുമ്പോൾ ഏകദേശം അഴുക്കാവും, അപ്പം മാറ്റും. അതാണ് പതിവ്. നമ്മൾ ചെയ്യില്ലല്ലോ. 5 ദിവസം മാക്സിമം അത്രേ തോന്നുന്നു. 5 ദിവസം കൊണ്ടാണ് നാട്ടിൽ വന്നുകഴിയുമ്പോഴുള്ള അലർജി പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ പൊടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വരുമ്പോൾ കുറച്ച് അലർജി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആണ് പിന്നെ അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അറിഞ്ഞില്ല, പുറത്തുനിന്നൊക്കെ അറിയാനൊക്കെ പറ്റി. അപ്പം അങ്ങനെ ബെഡ്ഷീറ്റുകൾ ആദ്യം ചേഞ്ച് ചെയ്ത് തുടങ്ങാന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. മാക്സിമം ഒരു 45 days ഒക്കെ ചെയ്യാം. ഞങ്ങളോട് സഹകരിക്കുന്നത് ചെറിയൊരു ഉപഹാരമുണ്ട്, അതുകൊണ്ട് സ്വീകരിച്ചേക്കും. ഓക്കെ, താങ്ക് യു. ഇതൊന്ന് സ്വീകരിച്ചാൽ ഓക്കെ. ഓക്കെ, സ്വീകരിച്ചാൽ. അപ്പോൾ ഈ ഞങ്ങൾ ഇത്രയും സർവേ നടത്തിയതിൽ ഞാനൊരു 10-12 കാണിക്കാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ വീഡിയോൻ്റെ ഒരു ദൈർഘ്യം കൂടിപ്പോകും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു 80% ആൾക്കാരും ഒരു 10 to 15 ഡേയ്സിനുള്ളിലാണ് അത് മാറ്റണത്. കാരണം അവരുടെ അത് മാറ്റാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സർവേയിൽ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായപ്പോൾ അവർ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ പലർക്കും അലർജിയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞ ഡോക്ടറുടെ പേഷ്യൻറ്റിനെയും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അയാൾ സംസാരിച്ചപ്പോൾ അയാൾ ഷിപ്പിൽ 2nd ഓഫീസറാണ്. അപ്പോൾ അയാൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതേപോലെ തുമ്മലും ഇതൊക്കെ വന്നിട്ട് ഇതേപോലെ ഞാൻ ഡോക്ടറെ പോയി കണ്ടാണ്, ഞാനീ പറയുന്ന ഡോക്ടറെ പോയി കണ്ടാണ്. അത് ആ ഡോക്ടർ ഇതുപോലെ പറഞ്ഞിട്ട് പുള്ളി ഇതേപോലെ 5 ദിവസം 4 ദിവസമൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഏതാണ്ട് നല്ല രീതിയിൽ പോകണമെന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ നമ്മൾ ട്രാവലും ഫുഡൊക്കെയാണ് ചെയ്യണത്. ഇപ്പോൾ ഈ മഴക്കാലം കൊണ്ട് ട്രാവലൊന്നും അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെ പലരും എനിക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പല ബോക്സിങ്ങിൻ്റെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ചെയ്യാം, കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഗുണപരമായിട്ടാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് ഗുണകരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അതുകൂടാതെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒറ്റക്കല്ല ഇത് ചെയ്തേക്കണം. ഇത് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ടീം വർക്കായിട്ടാണ് ഞാനിത് ചെയ്തേക്കണം. ഞാൻ ഡോക്ടർ, എൻ്റെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫ് എല്ലാവരോടും നമ്മൾ ചോദിച്ച് നമ്മളൊരു ടീം വർക്കായിട്ടാണ് ചെയ്തേക്കണം. അതാണ് ഈ വീഡിയോൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു സമൂഹത്തിന് വേണ്ടി ഒരു അവയർനെസ് പോലെയാണ് ചെയ്യണത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു.